5 കല്യാണം സാരി മാറും പോലെ നടത്തിയാൽ പിള്ളേർ വെറുതെ ഇരിക്കുമോ? രേഖാ രതീഷിനെതിരെ സത്യഭാമ. എനിക്കൊരു മകനുണ്ട്. ആ മകൻ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡാണ്. അവനൊരു സ്കൂളിലാണ്. അവൻ്റെ ഒപ്പം അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഈ ഇൻ്റർവ്യൂസ് കാണും, ഈ തംബ്നെയിൽസ് കാണും. ഈ തംബ്നെയിൽ അവരുടെ വീട്ടിൽ ഉന്നയിക്കപ്പെടും. അത് ആ കുട്ടികൾ കേൾക്കും. ആ കുട്ടികൾ എൻ്റെ മകനോടൊപ്പം ഷെയർ ചെയ്യും. അവിടെ എൻ്റെ മകൻ എന്ന് പറയുന്ന വ്യക്തി ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇതൊരുമാതിരി ഡാഗിനി അമ്മൂമ്മയുടെ മുഖം പോലെ മുടി പോലെ ഇരിപ്പുണ്ട്, ക്ഷമിക്കണേ. അത് ഇനിയിപ്പോൾ എത്ര മാറ്റിച്ചാലും മാറത്തില്ല. ഇതല്ല വിഷയം. രേഖാ രതീഷ്, ആക്ട്രസ് രേഖാ രതീഷിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം ഒരു വളരെ വിഷമകരമായ രീതിയിലുള്ളൊരു വീഡിയോ പബ്ലിഷ്ഡായി. അപ്പോൾ അവർ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ. ഇൻസ്റ്റാഗ്രാമിനകത്താണ് ഞാനത് കണ്ടത്. കുറച്ചുകൂടെ എനിക്ക് അയച്ചു തന്നിട്ടാണ് ഞാനത് കണ്ടത്. അപ്പോൾ ആ ഒരു വിഷയം അതിനകത്ത് ഇപ്പം സ്വാഭാവികമായിട്ടും അമ്മയെ തല്ലിയാലും 2 വശം എന്ന് പറയുന്നത് പോലെ ഇതിനകത്തൊരു 2 ഭാഗമുണ്ട്. പക്ഷെ ആ 2 ഭാഗത്തിൻ്റെ അകത്ത് നമുക്ക് ഏതുവരെ പറയാം. അല്ലാതെ നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള സാധനം അധിക്ഷേപമായിട്ട് മാറുന്നത്, വിമർശനങ്ങൾ അതിര് കടന്നിട്ടുള്ള കടന്നാക്രമണമാകുന്നതൊക്കെ പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. നമ്മൾ ചെയ്യുന്നത് അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടല്ലേ എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ഏതുവരെ ആകാമെന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും സാമാന്യ ബോധത്തോടെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത് ചിന്തിച്ചിട്ടില്ല എങ്കിൽ അത് കാരണം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. രേഖാ രതീഷ് പറയുന്നൊരു കാര്യം, അതിനകത്ത് ഇപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ട് പുറത്ത് വരുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. ആദ്യം അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഓക്കെ. ശ്രീ പിണറായി വിജയൻ സാറിന്, പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന്, എൻ്റെ പേര് രേഖാ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. വളരെ സങ്കടകരമായ, വേദനിപ്പിക്കുന്ന തരത്തിൽ അവരവരുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന വളരെ മോശകരമായിട്ടുള്ള അനുഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇപ്പം യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടാകുന്നുള്ള കാര്യവും ഇത് ആരൊക്കെ ഇത് ഇങ്ങനെ അവരെ മോശമാക്കി എന്നുള്ള കാര്യം അറിഞ്ഞില്ല. പക്ഷേ രേഖാ രതീഷ് എന്ന് നമ്മൾ യൂട്യൂബിൽ എവിടെ സെർച്ച് ചെയ്തെന്നാൽ അതിനകത്ത് കാണുന്ന 5ാം വിവാഹം, 6ാം വിവാഹം, ഇവർ കുറേ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്കാണ്. ഈ വിഷയത്തിൻ്റെ അകത്ത് നമുക്കിപ്പം സത്യഭാമ ടീച്ചറിൻ്റെയൊക്കെ സൈഡിൽ നിന്നൊക്കെ ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം മലയാളികൾക്ക് ഇപ്പം സത്യഭാമ ടീച്ചറൊക്കെ ഭയങ്കര പരിശുദ്ധ വിശുദ്ധയൊക്കെയാണ്. നമ്മുടെ മണിച്ചേട്ടൻ്റെ സഹോദരനെയൊക്കെ അന്ന് ആക്കിയതും കളിയാക്കിയതും പിന്നെ വേറെ നമ്മുടെ മറിമായത്തിലേക്കുള്ള പുള്ളിക്കാരിയൊക്കെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വേറെന്തൊക്കെ വിഷയത്തിൻ്റെ അകത്ത് ആരെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഇപ്പം നമ്മുടെ അവരെ വിമർശിച്ച ആൾക്കാർക്ക് തന്നെ ഇന്ന് അവർ ഭയങ്കര വലിയ ആളായിട്ട് മാറിയിട്ടുണ്ട് ഈ സത്യഭാമ ടീച്ചർ. അതൊക്കെ ഞാൻ പുറകെ വരാം. ഇതിനകത്തൊരു കമൻറ്റും കൂടെ ഉണ്ട്. ആ കമൻറ്റും വളരെ ചിന്തിപ്പിക്കുന്ന ആവശ്യമുള്ളൊരു കമൻറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിക്കുക എന്നത് അവരുടെ അവകാശമാണ്. യൂട്യൂബർമാർക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ എന്ത് അവകാശം? ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ വയ്യാതെ വഴിയിലൊന്ന് മൂത്രമൊഴിച്ച് പോയാൽ പോലെ ഇവന്മാർ ലൈവ് ഇടും. ഓക്കെ, ഇതൊക്കെ ഓക്കെ അത് നിങ്ങളുടെ മകന് വേണ്ടി ജീവിക്കുക, നല്ലൊരു നടിയാണ്, നിങ്ങൾ യൂട്യൂബേഴ്സ് അവരെ വഴിക്ക് വിടുക ചെയ്യും. സോ ഇത് ഇങ്ങനെ
ഇവരുടെ ആ ഒരു കമൻറ്റ് കാണുന്നില്ല. ഓക്കെ, കമൻറ്റ് വേറൊന്നുമല്ല, ഞാനത് വിശദമാക്കി തന്നെ അത് പറഞ്ഞുതരാം. ഇനി മറ്റൊരു സാധനം നമുക്ക് കാണാം. രേഖാ രതീഷ് ചെയ്ത ഏറ്റവും വലിയ പാതകം ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാധനത്തിനെടുത്ത് അവനൊരു കണ്ടന്റ് ആക്കി നിങ്ങളുടെ മുമ്പിലേക്ക് അവൻ കുറേ മ്യൂസിക്കും കുറേ ഷോയും കാണിച്ചിറക്കി വിടുമ്പോൾ ഇതെൻ്റെ എന്നല്ല, ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഇടുന്നതിന് മുമ്പേ ആലോചിക്കുക, എനിക്കൊരു മകനുണ്ട്, ആ മകൻ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് ആണ്, അവനൊരു സ്കൂളിലാണ്, അവൻ്റെ ഒപ്പം അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഈ ഇൻ്റർവ്യൂസ് കാണും, ഈ തംബ്നെയിൽസ് കാണും, ഈ തംബ്നെയിൽ അവരുടെ വീട്ടിൽ ഉന്നയിക്കപ്പെടും, അത് ആ കുട്ടികൾ കേൾക്കും, ആ കുട്ടികൾ എൻ്റെ മകനോടൊപ്പം ഷെയർ ചെയ്യും. അവിടെ എൻ്റെ മകൻ എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് അതുണ്ടാവണം. എനിക്ക് പറ്റിയിട്ടുള്ളൊരു തെറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ എനിക്കൊരു ചാനൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പ്രസൻസ് വന്നിട്ട് അത് ഡെഫിനറ്റ്ലി അവിടെ ഞാൻ ഇവിടെ കയറി വരുമ്പോഴും ഞാൻ സജിത്തേട്ടനെ കാണുമ്പോഴും ഞാൻ കെട്ടിപ്പിടിക്കുമ്പോഴും എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്. ഒരു നടി എന്നുള്ള നിലയിൽ വളരെയധികം എന്താ പറയുക, നമുക്ക് ചില സീരിയലുകളിലൊക്കെ ഇവരുടെ വേഷങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് ഇവരുടെ നെഗറ്റീവായിട്ടൊക്കെയാണ് എല്ലായിടത്തും പറയുന്നത്, ആ പേരുകളൊക്കെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അത് അവരുടെ അഭിനയ തികവാണ്, അവരുടെ കഴിവാണെന്നാണ് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് താല്പര്യം. പക്ഷേ ഇവർ ആക്രമിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ പല വിവാഹം കഴിച്ചു, ഒരുപാട് വിവാഹം ഇവർ കഴിച്ചു എന്നുള്ള തരത്തിലേക്കാണ്. അതായത് ഈ രേഖാ രതീഷിൻ്റെ പല മാരേജ് 5 വിവാഹം കഴിച്ചു, 6 വിവാഹം കഴിച്ചു, 5ാം വിവാഹം ആ നടനുമായി എന്നുള്ള തരത്തിൽ ജീവിതത്തിൽ അഭിനയിക്കാൻ മറന്നവരാണ്. ഓക്കെ, ഇനി ആരുമായിട്ട് പരാജയപ്പെടുത്താനാവില്ല എന്നൊക്കെ ഒരുപാട്. അപ്പം ഇതിനകത്തുള്ള ഒരു റിയാലിറ്റിയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് രേഖാ രതീഷ് ഇപ്പോൾ വന്ന് സംസാരിച്ചേക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു കയറി അവരുടെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് അനാവശ്യമായിട്ട് ക്യാപ്ഷൻ ഇട്ട് പ്രചരിപ്പിക്കുന്ന ആരാണോ അവരെക്കുറിച്ചാണ്. ഞാൻ ചോദിച്ചോട്ടെ, രേഖാ രതീഷിനെതിരെ വരുന്ന വിമർശനം എന്ന് വെച്ചാൽ രേഖാ രതീഷ് മൾട്ടിപ്പിൾ മാരേജ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നൊരു ന്യായം, ഈ ഒരുപാട് ആണുങ്ങൾ മാരേജ് കഴിച്ചു, അഥവാ പല ബഹുഭാര്യത്വം സ്വീകരിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ സംഭവത്തിന് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ രേഖാ രതീഷും ഇവിടെ കല്യാണം കഴിച്ച് നടക്കുകയില്ലേ, നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ഈ വേറെ ഭർത്താക്കന്മാരെ സെലക്ട് ചെയ്യുകയില്ലേ എന്നുള്ള തരത്തിലേക്കൊക്കെയാണ്. അപ്പം നമ്മുടെ ഇവരുടെ ആ ഒരു പോസ്റ്റ് നമുക്ക് നോക്കാം. അതായത് അത് കണ്ടിട്ട് വരുമ്പോൾ മറുപടി പറയാം. അതായത് നമ്മുടെ ഈ സത്യഭാമ ടീച്ചർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, ടീച്ചറല്ല സത്യഭാമ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: 5 കല്യാണം സാരി മാറും പോലെ നടത്തിയാൽ പിള്ളേർ വെറുതെ ഇരിക്കുമോ? രേഖാ രതീഷിനെതിരെ സത്യഭാമ. 5 കല്യാണം സാരി മാറുന്നത് പോലെ നടത്തിയാൽ പിള്ളേർ വെറുതെ ഇരിക്കുമോ? അതായത് ഈ കോണ്ടെക്സ്റ്റ് എന്നുള്ളൊരു സാധനം ഇതിനകത്തൊരു കമൻറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ കമൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിലവൻ്റ് ആയിട്ടുള്ള കമൻറ്റ്. ഒരു ഇണ വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? 5 തവണ പരാജയപ്പെട്ടു, അത് അവരുടെ വിധി. തെറ്റ് എവിടെയാണ് പറ്റിയെന്ന് ആർക്കറിയാം. ഇപ്പോഴും അവർ ഒരു പ്രതീക്ഷയിലായിരിക്കും. പുതിയ ഒരു ജീവിതം വേണമെന്ന് അവർക്ക് ആഗ്രഹിക്കാം. അവരെ എന്തിന് പരിഹസിക്കണം? എല്ലാവരുടെ ജീവിതം ഒരുപോലെയല്ലോ. ഇത് സെയിം സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ സത്യഭാമ എന്ന് പറയുന്ന ഇവരോടക്കം ചോദിക്കാനുള്ളത്, രേഖാ രതീഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് 5 വിവാഹം കഴിക്കേണ്ടി വന്നു, ഇല്ല ഇവിടെ 10 വിവാഹം കഴിക്കേണ്ടി വന്നു. ഈ 5 വിവാഹം അവർക്ക് ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇത് കാണുന്നത് തന്നെയാണ്. ഇനി ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ദയവായി എനിക്കത് അറിയില്ല. കാരണം കണ്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ ഒരിക്കലും സത്യമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ 5 വിവാഹം കഴിച്ചു എന്നുള്ളൊരു കാര്യം ആരോപിക്കുന്ന സമയത്ത് ഇവർ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? അഥവാ ഈ വിവാഹം നടത്തി ഏതെങ്കിലും പുരുഷന് വാക്കുകൊടുത്ത് വിവാഹം കഴിപ്പിച്ച് മറ്റൊരു വിവാഹം ഇരിക്കുക, അത് മറ്റൊരാളുടെ ഭാര്യയായിട്ടിരിക്കെ വേറൊരാളെ വിവാഹം കഴിക്കാമെന്നുള്ള പറഞ്ഞ് പറ്റിച്ച് അയാളെ വിവാഹം കഴിപ്പിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ദാമ്പത്യത്തിലേക്ക് കൊണ്ടുവന്ന് പറ്റിച്ചോ? ഒരു മൾട്ടിപ്പിൾ വിവാഹം കഴിക്കുന്നതിലൂടെ തട്ടിപ്പോ വെട്ടിപ്പോ മറ്റുള്ള പരിപാടികളോ എന്തെങ്കിലും ഇവർ ചെയ്തിട്ടുണ്ടോ? ഇവർ കാരണം മാനസിക പീഡനം അഥവാ കല്യാണം കഴിച്ചതിന് ശേഷം മാനസിക പീഡനം അനുഭവിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റോ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഇവർക്കെതിരെ ഉണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അലിഗേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വ്യക്തത ഈ പറയുന്ന ആൾക്കാർക്കുണ്ടോ എന്നതടക്കം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇവർക്ക് ഞാനതാ പറയുന്നത്, ഈ സ്ത്രീക്ക് ഇപ്പം നിലവിൽ അവർ ഒരു ഇപ്പോൾ വിധവയാണോ, ഹസ്ബൻഡ്സ് ആരെയും മരിച്ചിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എനിക്കറിയില്ല വിധവയാണോ അതല്ല ഡിവോഴ്സി ആണോ എന്നുള്ള കാര്യം. അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് പല
ബന്ധങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. നമ്മുടെ ഈ ഓൺലൈൻ ആങ്ങളമാർ അമ്മാവന്മാരൊക്കെ ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ ഇച്ചിരി വേദനിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോയോ ദൃശ്യങ്ങളോ പങ്കുവെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊരു ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഇൻബോക്സിൽ ചോദിക്കും, എന്തുണ്ട്, വിഷമമാണോ, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, റെഡിയാവും എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും അവരുടെ ആ ഒരു ദുർബലത മനസ്സിലാക്കിക്കൊണ്ട്, ആ വൾണറബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് നൈസായിട്ട് പ്രവേശിച്ചിട്ട് അവർക്ക് ഇവൻ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം നടത്തിയിട്ട് അവരെ കളഞ്ഞിട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ളത് രേഖാ രതീഷാണോ അതോ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണോ എന്നുള്ള കാര്യം നമുക്കറിയാതിരിക്കെ ഇവരെ നമ്മൾ എന്തിനാണ് വേട്ടയാടണം? അതാ പറഞ്ഞ മൾട്ടിപ്പിൾ ഭാര്യമാർ, ഒരുപാട് ഒന്നിലധികം ബഹുഭാര്യത്വം സ്വീകരിക്കുന്ന അഥവാ ഭാര്യമാർ, ഒരു ഭാര്യ ഇരിക്കവേ തന്നെ മറ്റൊരു ഭാര്യ മറ്റൊരുത്തി വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത് തെറ്റ്. എന്നാൽ നിയമപരമായ ഒരു വിവാഹമോചനം നേടി ആ വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ല, രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നിരിക്കെ അവർ രണ്ട് വഴിക്ക് പോവുകയും അതിനുശേഷം അവർക്ക് മറ്റൊരു ഇടയെ സ്വീകരിക്കുന്നതിൽ എന്താ തടസ്സം? അത് 5 or 6 ആയിക്കോട്ടെ, നിയമപരമായി ആ ഒരു സാധനം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് വ്യക്തികൾ രണ്ടായി മാറിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഒരാൾ ആക്രമിക്കേണ്ട കാര്യം? അങ്ങനെ എങ്ങനെ കഴിയും? അതാ ഞാൻ ചോദിച്ചേ. അല്ല എങ്കിൽ കോണ്ടെക്സ്റ്റിൽ ഇത് വേണം. അതായത് ഇവരെ മുൻകാലങ്ങളിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ജീവിച്ചിട്ടുണ്ടോ ജീവിത പങ്കാളികൾ ആർക്കെങ്കിലും ഇവർ ഇങ്ങനെയുള്ളൊരു ഫ്രോഡാണ്, ഇവർ ഈ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് വിവാഹം കഴിച്ചു നടക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയക്കകത്തുണ്ടോ? അവരുടെ അതിർത്തികൾ അഥവാ ഇവരുടെ ഓപ്പോസിറ്റ് ഇപ്പം എല്ലാവരും ഇവരെന്തുകൊണ്ട് ആക്രമിക്കുന്നു വെച്ചിട്ട് ഒറ്റ കാരണമേ ഉള്ളൂ, ഇവർ സെലിബ്രിറ്റിയാണ്. നാലാൾ അറിയുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ്. അല്ല എങ്കിൽ ഇതിപ്പം മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ നടക്കുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ ഒരു വിധവയായ സ്ത്രീ, ഇപ്പോൾ രേണുസുധിയൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാണ്. വിധവയായ സ്ത്രീ, ഓക്കെ, അവരൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് സമ്മതിക്കാൻ സമൂഹത്തിന് അവിടെ അർഹതയൊന്നുമില്ല, അവകാശമൊന്നുമില്ല. അത് ചെയ്യരുതെന്ന് പറയാൻ എന്ത് അവകാശമുള്ളത്? ഇവിടെ ഇങ്ങനെ നടക്കുന്നില്ല, അങ്ങനെ നടക്കുന്നില്ല, ഇതിനെക്കാട്ടിൽ അപ്പുറം നടക്കുന്നുണ്ട് ലോകത്ത്. അറിയാത്തത് എന്താ? കന്നഡ ചിരിട്ടാക്കുകയാണോ? പക്ഷേ ഇനി വേറെ കുറേ അധികം ഡിവോഴ്സികളായിട്ടുള്ള ആൾക്കാർ, ഇപ്പം വിധവ വീട്, ഡിവോഴ്സി, ഒരാൾ ഉണ്ടായിരുന്നു, ജീവിച്ചു, അത് മടുത്തു, അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല, ഓക്കെ, അവർ ആത്മഹത്യ ചെയ്തില്ല, പകരം പിരിഞ്ഞ് താമസിക്കുന്നത്. അവർ പിരിഞ്ഞതിന് ശേഷം രണ്ടായിട്ട് മാറുന്നു. രണ്ട് വ്യക്തികൾക്ക് വിവാഹം കഴിക്കാം. അത് രണ്ട് ചെയിനായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ രണ്ട് വഴികളിലേക്ക്, രണ്ട് പാത്തിലേക്ക് പൊക്കഴിഞ്ഞു. ആ രണ്ട് പാത്തിലേക്ക് അവർ പോകുന്ന സമയത്ത് അവർക്ക് അവരുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കാം. എന്താ പ്രശ്നം? ആ പ്രശ്നം അതിനുശേഷം മുന്നോട്ട് പോകുന്നു. രണ്ടാമത് സെലക്ട് ചെയ്തപ്പോൾ പരാജയപ്പെടുന്നു. അവിടെ വീണ്ടും പരാജയപ്പെടുന്നു. ഓക്കെ, അവിടെയും പറ്റത്തില്ല, മുന്നോട്ട് പോകുന്നു. ആ സമയങ്ങളിലെല്ലാം ഒറ്റപ്പെടൽ അനുഭവിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവാം. പക്ഷേ മറ്റൊരാളുടെ സപ്പോർട്ടില്ലാതെ, ഒരാളുടെ തണലില്ലാതെ ജീവിക്കാൻ വേണ്ടി, തണലെന്നല്ല, ഒരു സപ്പോർട്ടില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത ആൾക്കാരും ഉണ്ടാവാം. മുല്ലവള്ളി പടരണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം, ഒരു കമ്പ് വേണ്ടേ? ഒരു തേന്മാവ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു മരത്തിൻ്റെ ഒരു സപ്പോർട്ടെങ്കിലും വേണം. അഥവാ ഒരു സ്ത്രീക്ക് പുരുഷന്റെ സപ്പോർട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈച്ച് അതർ, രണ്ട് വ്യക്തികൾക്ക് അന്ന് ഞാൻ പറഞ്ഞു. അവിടെ ജെൻഡർ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ആരാണെങ്കിലും. അപ്പോൾ അവരുടെ മുൻകാലത്തിനകത്ത് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നടന്നുള്ള സാഡ് സ്റ്റോറീസും മിസറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് പങ്കാളികളുമായിട്ട് അവർ പിരിയാനുള്ള കാരണങ്ങൾ അറിഞ്ഞിട്ട് ആളായിരിക്കും അടുത്ത് വരുന്നത്. ഓക്കെ, ഇതെല്ലാം അറിഞ്ഞ ശേഷം മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ കുറച്ച് ദിവസം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈഗോയോ മറ്റുള്ള പലതരത്തിലുള്ള കാരണങ്ങളോ കൊണ്ട്, വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് നമ്മളെ ബാധിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ അതിനകത്ത് കയറിയിട്ട് ചെകഞ്ഞിട്ട് നിങ്ങൾ 5 കെട്ടിയത് എന്തിന്? സത്യഭാമ ചോദിക്കുന്നു. 5 മറ്റേ സാരി മാറുന്നത് പോലെ. ഇതിൻ്റെ കാരണം കൂടെ പറയൂ. അതിനകത്ത് ഈ 5 പേരെ സാരി മാറുന്നത് പോലെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ, ഈ 2 വശത്തുള്ള കാരണങ്ങളെ കുറിച്ച് പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയും? ഇവിടെ രേഖാ രതീഷ് സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് അവരെ ഏകപക്ഷീയമായിട്ട് ആക്രമിക്കാം. ഒരു സ്ത്രീയും കൂടെയാണ്, 5 വിവാഹം കഴിച്ച ഒരു സ്ത്രീ, വൃത്തികെട്ടവൾ, മറിച്ചവൾ എന്നൊക്കെ നമുക്ക് ചുമ്മാ ആരോപിക്കാം. മറിച്ച് അതിനകത്ത് അതർ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവരെക്കുറിച്ച് അങ്ങനെയുള്ള അഭിപ്രായമാണോ ഉള്ളത്? ഇവർ ഒരുമാതിരി വിവാഹ തട്ടിപ്പുകാരൻ എന്ന് പറയുന്നത് തട്ടിപ്പുകാരിയാണോ? അത് കാരണം ഇങ്ങനെ നടക്കുന്നതാണോ? ഇനി അടുത്ത വിവാഹം കഴിക്കുന്നു, ഇനിയാളെ തേക്കുന്നു, അടുത്ത ആളെ വിവാഹം കഴിക്കുന്നു, ഇതാണോ സ്വഭാവം? അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ ഒരു കേസെങ്കിലും വരേണ്ടതല്ലേ? അങ്ങനെയാണോ? അവർ പറയുന്നതിന് ന്യായമായ കാര്യമുണ്ട്. ഇവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ഒരു ഇത്, നമ്മുടെ മുഖഭാവം കാണുമ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു സീരിയലിലൊക്കെ അഭിനയിച്ചത് അത്തരം വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു അമ്മായി എന്നുള്ളൊരു ഇതിൻ്റെയൊക്കെ എനിക്ക് അങ്ങനെ തോന്നി. അവരെ കളിയാക്കുന്നതല്ല. അപ്പോൾ ആ ഒരു ഇത് കണ്ട പക്ഷെ അവർക്ക് അത്രയും പ്രായമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടായ സമയങ്ങളിലെല്ലാം ചേർത്ത് പിടിക്കാൻ പലരും വന്നിട്ടുണ്ടാവാം. പലരും വന്നതിന് ശേഷം അതിന് അടുത്തിട്ടുണ്ടാവാം, അടുപ്പം ഉണ്ടായി കാണാം. അതിനുശേഷം ചിലപ്പോൾ അവർക്ക് തമ്മിൽ ഒരുമിക്കാൻ വേണ്ടി താല്പര്യമില്ലാത്ത കാരണം പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇതൊക്കെ നമ്മളെ ബാധിക്കേണ്ട കാര്യമാണ്. പിന്നെ എനിക്ക് രേഖാ രതീഷ് എന്ന് പറയുന്ന അവരെ അറിയുന്ന ആരെങ്കിലുമൊക്കെ എനിക്ക് ഇത് മേ ബി എനിക്കറിയില്ല. കാരണം അവർ സെലിബ്രിറ്റി ആവുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളായതുകൊണ്ട് അവരുടെ ലൈഫിനകത്തുനിന്ന് ഒരു ചെറിയ ഇൻസിഡൻറ്റ് പോലും ചർച്ചയാവും, സംശയം വേണ്ട. അത് ഇവരെല്ലാം ആരാണെങ്കിലും. ഇനി മറ്റൊരു ലൈഫ് പാർട്ണർ വരികയാണെങ്കിൽ, അപ്പോൾ ലൈഫ് പാർട്ണർ വരികയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഷെയർ ചെയ്യുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ ഷെയർ ചെയ്യുന്നതൊക്കെ വ്യക്തിപരമാണ്, തീർത്തും വ്യക്തിപരമാണ്.
എങ്കിലും നമ്മുടെ പല സന്തോഷങ്ങളും മറ്റു പല കാര്യങ്ങളും പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ കാണുന്ന സമൂഹത്തിന് അതിനെ എങ്ങനെ പിടിച്ച് നെഗറ്റീവ് ആക്കാം എന്നുള്ള ചിന്ത ഉണ്ടാകുന്ന ഒരു സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. പരമാവധി തൻ്റേതായിട്ടുള്ള പേഴ്സണൽസിനെ അതങ്ങനെ തന്നെ ഒതുക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊരു അഭിപ്രായം മാത്രമാണ്, അല്ലാതെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ ചെയ്യണം എന്നൊന്നും പറയാൻ ഒരു ധാർഷ്ട്യമോ ഒരു തിട്ടൂരമോ ധിക്കാരമോ ഒന്നുമല്ല പറയുന്നതാണ്. അല്ലാതെ എനിക്കിതിനകത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക വിഷമം കാരണം അവരെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാർ അവരെ മോശമാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ നേരിട്ട് ഒരു വീഡിയോ ഇറക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡിവോഴ്സികളായിട്ടുള്ള ഒരുപാട് പേര് സിംഗിൾ മദറായിട്ട് കുട്ടികളെ വളർത്തുകയും അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരെണ്ണത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിട്ടും കുട്ടികൾ കാരണമോ സമൂഹം കാരണമോ വീട്ടുകാർ കാരണമോ അടുത്തൊരു ഇതിലേക്കൊന്നും പോകാതെ ആൾക്കാരൊക്കെ പിന്നെ കിടന്ന് ഫ്രസ്ട്രേറ്റഡായി മാനസികമായിട്ട് പീഡനം കൊണ്ട് നശിച്ച് നാമാവിശേഷമായി ഒറ്റയ്ക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പോലും പറ്റാതെ മരണപ്പെട്ടു പോകുന്നു. സുഹൃത്തുക്കളെ, ജീവിക്കാനല്ലേ നിങ്ങൾ ഞാനൊക്കെ വന്ന് ഇവിടെ വലിയ നമ്മൾ മറ്റേ അംബാനി ആകുമെന്നോ അദാനി ആകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കുന്നവരല്ലോ. നമുക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങണം, രാവിലെ ആകുമ്പോഴേക്കും അടുത്ത കാര്യങ്ങളിലേക്ക് പോകണം. നമ്മുടെ ജീവിതം ജീവിക്കണം. നമ്മൾ ജീവിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു, നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് വരെ ജീവിക്കണം. അതിനപ്പുറത്തേക്ക് ഇവിടെ വേറെ ഒരു തേങ്ങയും ചെയ്യാനില്ല. ഈ സ്പേസ് ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഇതുവരെ എത്ര ദൂരം വരെ നമ്മൾ പോയിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഈ ആകാശത്ത് കറങ്ങുന്ന ഒരു പമ്പരത്തിൻ്റെ അകത്ത് ശൂന്യാകാശത്ത് ഇങ്ങനെ കറങ്ങുകയാണ് ആ പമ്പരത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു ചെറിയ പൊടിപടലം പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കൃമി മാത്രമാണ് ഈ കൃമി ഇന്ന് വരെ ചന്ദ്രൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പം പിന്നെ ആലോചിച്ച് നോക്കുക നമ്മൾ ഏതുവരെ നിൽക്കുന്നു എന്നുള്ളത്. ഈ ഒരു ചിന്ത മാത്രം മതി നമുക്ക് ജീവിക്കാൻ. അങ്ങ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അനന്ത കോടി ട്രില്യൺ കണക്കിന് അതിനെക്കാട്ടിലും ഇവിടെ നക്ഷത്ര സമൂഹങ്ങളും മറ്റതും ഗാലക്സികളൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഒരു മണൽത്തരി പോലും അല്ല നമ്മുടെ ഈ 8 ഗ്രഹങ്ങൾ കലങ്ങുന്ന ഈ ഒരു സംഭവം, സോളാർ സിസ്റ്റം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് നമ്മൾ ഇത്രയും വലിയ പ്രഹേളിക അഴിച്ചുവിടുന്ന സമയത്ത് ജീവിക്കാൻ കുറച്ചു കാലം മറ്റേ കൊതുക് പറക്കുന്നത് പോലെയോ പാറ്റ അല്ലെങ്കിൽ ഇതൊക്കെ പഴുതാരൊക്കെ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം വിധിക്കപ്പെട്ടവർ തന്നെ. വലിയ കാര്യമൊന്നുമല്ല നമ്മൾ വലിയ തേങ്ങയുമല്ല. അതുകൊണ്ട് നമ്മളൊന്നും അല്ലാന്ന് ചിന്തിക്കുന്ന സമയം മുതലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക. അല്ല, നമ്മൾ എന്തൊക്കെയാണ് മറ്റുള്ളവരൊക്കെ ഇങ്ങനെയല്ലേ എന്ന് ചിന്തിക്കുന്ന സമയം മുതൽ നമ്മളെ തന്നെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആ സ്ത്രീയുടെ ജീവിതം ഇനി എങ്ങനെയാണ് അത് നശിക്കുകയോ നന്നാവുകയോ ചെയ്യുന്നത് അവർക്ക് വിട്ടുകൊടുക്കുക. അവരുടെ മുൻകാല ഭർത്താക്കന്മാരോ മറ്റുള്ള ആൾക്കാരോ അവരുടെ കൂടെ പാർട്ട്ണറായിട്ട് ഉണ്ടായിരുന്നവർക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിയമപരമായ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ തെളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ അവരെ 5 വിവാഹം കഴിച്ചവളല്ലേ എന്ന് പറയും. ഇന്നും ഒന്നിലധികം ഭാര്യമാരുമായിട്ട് ജീവിക്കുന്ന ആണുങ്ങളില്ലേ? അതൊന്നും വലിയ എന്തോ കൊട്ടിഘോഷിക്ക് വലിയ ആക്രമണങ്ങൾ നടക്കാത്തത്. സത്യഭാമ അതൊന്നും കാണുന്നില്ലേ? സാരി മാറുന്നത് പോലെ മാറും പോലും. ഇവർ വലിയ മറ്റവരാണ്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നു ഗൈസ്. ബൈ.